UDFിന്റെ പാലക്കാട്ടെ വിജയം ഏറ്റെടുക്കാൻ SDPയും ജമാഅത്തെ ഇസ്ലാമിയും മത്സരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. ഇന്നലത്തെ SDPയുടെ വിജയാഹ്ലാദ പ്രകടനം അതിന് തെളിവ്. ജയിക്കുമെന്ന് ഉറപ്പിന്റെ പേരിലല്ല ഡോക്ടർ P. സരിൻ LDFിലേക്ക് വന്നത്. സരിനെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യുമെന്നും MP രാജേഷ് 24-നോട് പറഞ്ഞു. ഇന്നലെ നമ്മൾ കേരളം കണ്ടൊരു ദൃശ്യം SDPI UDFിൻ്റെ വിജയാഹ്ലാദം നടത്തുന്നതും അതിൻ്റെ ആദ്യത്തെ അവകാശം ഉന്നയിക്കുന്നതുമാണ്. ആദ്യത്തെ ആഹ്ലാദ പ്രകടനം SDPIയുടേതാണ്. CPIMൻ്റെ ഓഫീസിന് മുമ്പിൽ ആക്രോശിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് UDF വിജയം ആഘോഷിച്ചത് SDPI ആണ്. SDPIക്ക് പരസ്യമായി ഞങ്ങളാണ് നിങ്ങളെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള ധൈര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയം കൊടുത്തിരിക്കുന്നു എന്നാണ്. സരിൻ ഈ തെരഞ്ഞെടുപ്പ് LDF പാലക്കാട്ട് വിജയിക്കുമെന്ന ഉറപ്പിൽ വന്ന ഒരാളല്ല. സരിനെ ഇടതുപക്ഷക്കാരനാക്കിയിട്ട് തന്നെ ഞങ്ങളൊപ്പം നിർത്തും. ശ്രീത്ത്, പാലക്കാട്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വിജയം SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ശ്രമഫലമായി ഉണ്ടായതാണ് എന്നതാണോ CPMന്റെ യഥാർത്ഥ രാഷ്ട്രീയ വിലയിരുത്തൽ, അതോ പുറത്തങ്ങനെ പറയുന്നുവെന്നാണോ? യഥാർത്ഥ രാഷ്ട്രീയ വിലയിരുത്തലെന്ന് പറയാൻ കഴിയില്ല ഹാഷ്മി. അതിൽ അവർ കൃത്യമായ ഒരു കാരണം ഇതുകൂടിയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഈ പത്രപരസ്യം കൊടുത്തതിന് തൊട്ടു പുറകെ, സിറാജ സുപ്രഭാതം പത്രങ്ങളിൽ ഈ പരസ്യം കൊടുത്തതിന് തൊട്ടു പുറകെയാണ് ഇത്തരത്തിൽ അതേ ദിവസം രാത്രി SDPI ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങൾ കൃത്യമായ രീതിയിൽ നോട്ടീസ് വിതരണം ചെയ്തിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയ നോട്ടീസാണ്. ആ നോട്ടീസ് വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഖുറാൻ പിടിച്ച് സത്യം ചെയ്യുക കൂടി ചെയ്തു എന്ന് പറയുന്നത്. അതായത് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ ഏകീകരണം UDFിന് അനുകൂലമായി ഉണ്ടാക്കാൻ SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന് കഴിഞ്ഞു. ഇത് പരസ്യമായൊരു കൂട്ടുകെട്ടായിരുന്നു. അതിൽ പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലും അതുപോലെ തന്നെ SDPI നേതാക്കൾക്കൊപ്പം ഒക്കെയുള്ള ചിത്രം MP രാജേഷ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് പരസ്യമായ കൂട്ടുകെട്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലിരിക്കുമ്പോൾ പകുതി മുഖം മറച്ചാണ് ഇരിക്കുന്നതെന്ന ഗുരുതരമായ ആക്ഷേപമാണ് MP രാജേഷ് ഉയർത്തുന്നത്. ഇതുകൂടാതെ കൃത്യമായ രീതിയിൽ ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തോട് ചേർന്ന് വന്ന ആളാണ്. ഒരു സ്ഥാനവും അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പിൻ്റെ പേരിലല്ല അവിടേക്ക് വന്നത്. അതുകൊണ്ട് തങ്ങൾ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. ഒരു ഇടതുപക്ഷക്കാരനായി സരിനെ മാറ്റുമെന്നും പറയുന്നുണ്ട്. അതായത് പുറത്തേക്ക് കൃത്യമായ രീതിയിൽ SDPI ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, ഒരു ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി നടന്നിട്ടുണ്ട്. അത് BJPയുടെ വരവിനെ തടയാൻ കോൺഗ്രസ് ആണ് ഒന്നാമത് എത്തേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു വിലയിരുത്തലാണ് CPIM. എന്തായാലും ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വ്യക്തിപരമായ വോട്ടുകൾ കൂടുതൽ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ സമാഹരിക്കാൻ സരിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ കുറിച്ച് മാത്രമാണ് ഇനി ചർച്ച വേണ്ടതെന്ന നിലപാടിലേക്ക് പോകുന്നത്. എന്തായാലും സരിനെ ഒപ്പം നിർത്തും, ഒരു കേഡറാക്കി മാറ്റുമെന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും അല്പസമയം മുൻപ് മന്ത്രി MP രാജേഷും പറഞ്ഞു വെച്ചത്. ഹാഷ്മി. ശ്രീകുമാരനാണ്. രാഷ്ട്രീയ പാർട്ടികൾ തോൽവികളെക്കുറിച്ച്, മറ്റു പാർട്ടികളുടെ വിജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ വലിയ വിജയത്തിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ ഭൂരിപക്ഷ വിജയത്തിൽ കാരണങ്ങൾ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് എന്ന് പറയുകയാണ് CPM.